സംസ്ഥാനത്തിന് ലഭിക്കേണ്ട നെല്ല് സംഭരണ താങ്ങുവില കുടിശ്ശിക 852 കോടി രൂപ കേന്ദ്രം അനുവദിച്ചു. 756 കോടി രൂപയാണ് ഇനി ലഭിക്കാനുള്ളത്. കേരളത്തിന് കുടിശ്ശിക നൽകാനില്ലെന്ന പ്രതിപക്ഷത്തിൻ്റെയും BJPയുടെയും വാദങ്ങളാണ് ഇതോടെ പൊളിയുന്നത്. വിവരങ്ങളുമായി വിജിനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിജിൻ, ഏതാണ്ട് 5 വർഷത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ സംസ്ഥാനത്തിന് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ ക്രൂശിക്കാൻ വലിയ പരിശ്രമം നടന്നിരുന്നു. കുട്ടനാട്ടിൽ KG പ്രസാദ് എന്ന് പറയുന്ന കർഷകൻ 2 മാസം മുമ്പ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്താനും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനും വലിയ നീക്കങ്ങൾ നടന്നിരുന്നു. അന്ന് മന്ത്രി P. പ്രസാദ് ഈ വിഷയം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, സംസ്ഥാനത്തിന് വലിയ കുടിശ്ശിക കേന്ദ്രം തരാനുണ്ട് എന്ന്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് 852 കോടി രൂപ. പ്രതിപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് പാർട്ടികളുടെയും എല്ലാം BJPയുടെ അടക്കമുള്ള അഭിപ്രായങ്ങളാണ് ഇതോടെ പൊളിഞ്ഞിരിക്കുന്നത്. വിജിൻ. തീർച്ചയായും ഷമ്മി സൂചിപ്പിച്ചതുപോലെ ഈ കേന്ദ്ര സർക്കാർ നിരന്തരം വി മുരളീധരൻ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ സംസ്ഥാന സർക്കാരിനെ സംവാദത്തിന് പോലും വിളിച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ളൊരു ആരോപണമായിരുന്നു സംസ്ഥാന സർക്കാരിനെതിരെ ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷവും ഒപ്പം തന്നെ BJPയും കേന്ദ്ര സർക്കാരുമൊക്കെ നടത്തിയിരുന്നത്. ആ വാദങ്ങളെ പൂർണ്ണമായും പൊളിക്കുന്നതാണിപ്പോൾ കേന്ദ്രം ഈ 852.89 കോടി രൂപ നെല്ല് സംഭരണത്തിൽ കേരളത്തിന് നൽകാനുള്ള തുകയുടെ ഒരു വിഹിതം നൽകിയതിലൂടെ പൂർണ്ണമാകുന്നത്. എന്തായാലും കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 5 വർഷത്തെ 2021 വരെയുള്ള സാമ്പത്തിക വർഷം വരെയുള്ള കണക്ക് പ്രകാരമുള്ള 852.29 കോടി രൂപയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഇനിയും 756.24 കോടി രൂപ നൽകാനുണ്ട് എന്ന കണക്കുകളും പുറത്തു വരുന്നു. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുട്ടനാട്ടിലെ കർഷകൻ പ്രസാദിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുകയും പ്രതിപക്ഷം അത് ഏറ്റെടുക്കുകയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിന് നെല്ല് സംഭരണത്തിൻ്റെ ഭാഗമായി ഒരു തുക പോലും നൽകാനില്ല എന്നായിരുന്നു. അതിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നിരന്തരമായി സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ഇത്തരത്തിൽ നെല്ലിൻ്റെ കുടിശ്ശിക നൽകാനുണ്ട് കേന്ദ്ര സർക്കാർ എന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോഴും ആ കാര്യത്തിൽ ഒരു സംവാദത്തിന് തയ്യാറാണ്, കണക്കുകൾ ശേഖരിച്ചാണ് താൻ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് എന്ന നിലപാട് ഒക്കെ വലിയ തരത്തിലുള്ള പ്രസ്താവനയുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഭക്ഷ്യമന്ത്രി നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ കുടിശ്ശിക ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കർഷകന് നൽകാനുള്ള പണം ലഭിക്കാനുണ്ട് എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാഹചര്യവും ഉണ്ട്. എന്തായാലും അത് പൂർണ്ണമായും ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായി കാണേണ്ടത്. ഒപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടത്, സംസ്ഥാനത്തിന് പല ഇനത്തിൽ നൽകാനുള്ള കേന്ദ്ര വിഹിതങ്ങൾ വെട്ടിച്ചുരുക്കുകയും ഒപ്പം തന്നെ നൽകാതിരിക്കുകയും വായ്പാ തുക വെട്ടിക്കുറക്കുകയും എല്ലാം ചെയ്തതിനെതിരായി സംസ്ഥാന സർക്കാർ ഈ സുപ്രീം കോടതിയെ തന്നെ സമീപിച്ച ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗം പൂർണ്ണമായും കേട്ട ശേഷം വ്യക്തമാക്കിയത് ഇതിൽ കേരളത്തിന് അനുകൂലമായ ഒരു നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കണം, ഒപ്പം തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ ഇതിൽ ചർച്ച നടത്തണം എന്ന ആവശ്യം സുപ്രീം കോടതി തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര സർക്കാരിന് അത്തരമൊരു നിർദ്ദേശം സുപ്രീം കോടതി നൽകുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഭാഗമായി നടന്ന ചർച്ചകളിൽ നിരന്തരമായ ചർച്ചകളും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഭക്ഷ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ നിരന്തരമായി കേന്ദ്ര സർക്കാരിൽ ഈ ആവശ്യം നെല്ല് കുടിശ്ശിക പൂർണ്ണമായും ലഭിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചതിൻ്റെയൊക്കെ ഭാഗമായി ഏറ്റവും അവസാനം കഴിഞ്ഞ 12-ാം തീയതി നടന്ന ചർച്ചയിലാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴയാണ്, ചില സാങ്കേതിക പ്രശ്നങ്ങളുടെ ഭാഗമായി ഉണ്ടായ പിഴയാണ് ഈ നെല്ല് സംഭരണത്തിൽ കേരളത്തിന് ഒരു തുക പോലും നൽകാനില്ല എന്ന ഒരു രീതി ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നത്. അതിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ആ പിഴവ് ഇപ്പോൾ പരിഹരിച്ചിരിക്കുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഈ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ മറുപടി നൽകിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 752 കോടി രൂപ സംസ്ഥാന സർക്കാരിന് അനുവദിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ കുടിശ്ശിക ഇപ്പോൾ ഇനിയും ബാക്കി 752ഓളം കോടി രൂപ ഇനിയും ബാക്കി നൽകാനുണ്ട് എന്ന കാര്യം വ്യക്തമാക്കുന്നതിലൂടെ കേരളം നിരന്തരമായി ആവശ്യപ്പെട്ട കാര്യങ്ങൾ അത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നതിന് തുല്യമായി മാറിയിരിക്കുന്നു എന്നതിനെ കാണാൻ കഴിയും. കാരണം സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് കേരളത്തിന് പണം അനുവദിക്കാൻ കഴിയില്ല, കേരളത്തിന് നിലവിൽ സാമ്പത്തികമായ ഒരു സഹായവും നൽകാൻ കഴിയില്ല എന്ന കാര്യമൊക്കെ
സുപ്രീം കോടതിയിൽ തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ പക്ഷേ ഈ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ കേരളം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല ഇനത്തിലുമുള്ള കുടിശ്ശിക തുക കേന്ദ്രം കേരളത്തിന് നൽകാനുള്ള വിഹിതങ്ങളിൽ പലതും ഇപ്പോൾ ലഭിക്കാനുണ്ട് എന്ന കണക്കുകൾ പുറത്തു വരുന്നു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ കാര്യമായി ഈ നെല്ല് സംഭരിച്ച വകയിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് നൽകേണ്ട തുക കുടിശ്ശിക ഉണ്ടായിരുന്നില്ല എന്ന കാര്യത്തിൽ ഒരു മറച്ചു പറച്ചിലേക്ക് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എത്തേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഷമ്മി, വിജിൻ 5 വർഷത്തെ കുടിശ്ശികയാണ് നമുക്ക് കിട്ടാനുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 5 വർഷത്തെ ഈ കുടിശ്ശിക ഇപ്പോൾ ലഭിക്കാനുണ്ടായ സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കണം. അതായത് കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ നമ്മൾ കേസിന് പോവുകയും സുപ്രീം കോടതിയിൽ വളരെ കൃത്യമായി നമ്മൾക്ക് ഇത്ര രൂപ കുടിശ്ശികയുണ്ടെന്ന് കൃത്യമായി നമ്മൾ അവിടെ കണക്ക് ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതിക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു പകുതി കുടിശ്ശികയെങ്കിലും തരാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുള്ളത്. അത് മാത്രവുമല്ല, നമുക്കറിയാം ഈ പ്രസാദ് മരിക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും അധികം പ്രതിഷേധം നടത്തിയത് BJP ആണ്. PK കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ എത്തി വലിയ തോതിൽ സംസ്ഥാന സർക്കാരിന് എതിരായി അപവാദം പറയുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിരുന്നു. അന്ന് ഈ വിഷയം സംസ്ഥാന മന്ത്രി, കൃഷിമന്ത്രി അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് തെറ്റാണ്, അത്തരത്തിൽ കുടിശ്ശിക ഇല്ല എന്നൊരു നിലപാടാണ് ഇവരെല്ലാം സ്വീകരിച്ചത്. പ്രതിപക്ഷം അക്കാര്യത്തിൽ മുൻപിലായിരുന്നു. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ഇതുപോലെ സംസ്ഥാന സർക്കാർ പറയുന്നത് കൃത്യമാണെന്ന് ജനങ്ങൾക്ക് കൂടി ബോധ്യപ്പെടാൻ അവസരം ഒരുങ്ങിയിരിക്കുകയാണ്. വിജിൻ, തീർച്ചയായും ഷമ്മി, അങ്ങനെ തന്നെയാണ്. നിരന്തരമായി ഈ പ്രസാദിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഈ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നത്.